ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഞണ്ട് റോസ്റ്റ് ആയാലോ? അപ്പോൾ ആദ്യമേ തന്നെ ഗ്യാസ് ഒന്ന് കത്തിച്ച് നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിക്കാം. ഞാനിവിടെ ചേർക്കുന്ന ചേരുവകളുടെ അളവുകളൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമായത് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഞണ്ടിന് ആവശ്യമായ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്കെ, ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ചാനലിനെ പറ്റി പറയാം. നമ്മുടെ ചാനലിൻ്റെ പേര് ഉമ്മൂസിൻ്റെ ലോകം AI എന്നാണ്. എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് ഇത്. ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒത്തിരി നാളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ വേണം. അതിലിങ്ങനെ വീഡിയോ എൻ്റെ കുഞ്ഞു ഫാമിലിയുടെ സന്തോഷകരമായ വീഡിയോകൾ, യാത്രകൾ, ഇതുപോലുള്ള ചെറിയ പാചകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒരു യൂട്യൂബ് ചാനൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ചെറിയൊരു പേടിയും കൊണ്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുകയായിരുന്നു. എന്താ പറയണ്ടേ, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഞാൻ കുറേയേറെ വീഡിയോകൾ എടുത്തിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കുന്നതും പൊതിച്ചോറും ഒക്കെ, കുഞ്ഞിൻ്റെ ലഞ്ച് ബോക്സും. പക്ഷെ അതൊന്നും അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനലായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതിനൊരു സാഹചര്യവും സമയവും ഒത്തു വന്നത്. അപ്പോഴേക്കും നമ്മുടെ സവാള വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് പൊടികളായിട്ടുള്ളത് ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം പോകും വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇപ്പോഴതിനൊരു സാഹചര്യം വന്നു. നിങ്ങൾക്ക് ഈ വോയിസും ഈ വീഡിയോയും കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനുമായിട്ട് ഓർപ്പിക്കുന്നു. അപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ തരിക. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു പ്രചോദനമായിരിക്കും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ചാനലിൻ്റെ എല്ലാ വളർച്ചയും. അപ്പോൾ ഓക്കെ, നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ മാറി ഈ സമയത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്താണ് ഉമ്മൂസിൻ്റെ ലോകം, എന്താണ്, ഉമ്മൂസ് ആരാണ്, എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന വീഡിയോകളിൽ വിശദമായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു പാചകവും ചെറിയൊരു ചാനലിനെ പരിചയപ്പെടുത്തലുമാണ്. ഇനി അങ്ങോട്ട് നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോകളും ഷോർട്സും ഒക്കെ പ്രതീക്ഷിക്കാം. ഇനി അങ്ങോട്ട് നമുക്ക് ഒത്ത് തന്നെ അങ്ങോട്ട് പോവാം കേട്ടോ. ഇത് ഞാൻ അച്ചടി ഭാഷയൊന്നും സംസാരിക്കുന്നതില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു തിരുവനന്തപുരംകാരിയാണ്. എൻ്റേതായ രീതിയിൽ സംസാരിക്കുന്നതാണ്. ഒരു വീഡിയോ ഒക്കെ വോയിസ് കൊടുക്കുമ്പോൾ ഉള്ള ഒരു ആദ്യത്തെ ഒരു ടെൻഷനാണ് ഈ കാണുന്നത് മൊത്തവും നിങ്ങൾ കേൾക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇനി കുറേശ്ശെ വീഡിയോ ഒക്കെ കൂടുതൽ വരുമ്പോഴേക്കും മാറി നമുക്ക് പരിചയമാകുമ്പോഴാണല്ലോ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. നമുക്ക് ആദ്യം തുടക്കത്തിലൊന്നും ഓക്കെ ആയിരിക്കില്ല, പിന്നെ എല്ലാം ശരിയായി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട് ഞണ്ട്. അതിലേക്ക് എനിക്ക് ഒരല്പം ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും പാകത്തിനുള്ള വെള്ളവും ചേർത്ത് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഞാനൊരു റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കറിയാണ് താല്പര്യമെങ്കിൽ ഒരുപാട് വറ്റിക്കേണ്ടതായിട്ടില്ല. റോസ്റ്റ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കറിയൊന്ന് വറ്റിച്ച്, ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഈ ചാനലിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർപ്പിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫ്രണ്ട്സ്.